ഹലോ വെൽക്കം ടു ദിസ് ഈസ് മൈ ലൈഫ്. സോ നിങ്ങൾക്ക് തമ്മിൽ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഇന്നും ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രോഡക്റ്റ് എന്താണെന്നൊക്കെ ഞാൻ പറയാം. അതിന് മുന്നേ ഞാനിങ്ങനെ യൂട്യൂബിൽ ലോങ് വീഡിയോസൊക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ടിട്ട് എനിക്ക് കുറച്ച് പ്രോഡക്റ്റൊക്കെ ആവശ്യമായിട്ട് വന്നു. മെയിനായിട്ട് ആവശ്യമായിട്ട് വന്നത് ട്രൈപോഡാണ്. ഞാൻ ട്രൈപോഡ് ഓർഡർ ചെയ്തു. ഞാൻ ആമസോണിലാണ് ഓർഡർ ചെയ്തത്. യൂഷ്വലി ഞാൻ അങ്ങനെ ആമസോണിൽ ഓർഡർ ചെയ്യാറില്ല, ഫ്ലിപ്കാർട്ടാണ് ഞാൻ കൂടുതൽ ഓർഡർ ചെയ്യാറുള്ളത്. ഇത്തവണ ഞാൻ ആമസോണിലാണ് ഓർഡർ ചെയ്തത്. ഓർഡർ ചെയ്ത് പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ആക്ച്വലി ഡിസപ്പോയിൻമെൻ്റ് ആണ് ഉണ്ടായത്. ഇതെന്തിനാണ് യൂസ് ചെയ്യാമെന്ന് എനിക്ക് മനസ്സിലായില്ല. അത്രയ്ക്ക് ക്വാളിറ്റി മോശം. അതിൻ്റെ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ കുറച്ച് പേരൊക്കെ നല്ല പ്രോഡക്റ്റാണെന്നൊക്കെ പറയുന്നുണ്ട്. പ്രോഡക്റ്റ് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് നോക്കിയാലോ. ഈ ഒരു ബോക്സിലാണ് നമുക്ക് ട്രൈപോഡ് വന്നിരിക്കുന്നത്. ഇത് വേറെ ഒരു പാക്കേജോ കവറിങ്ങോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, റാപ്പ് ചെയ്തിട്ടോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കവറും ഡാമേജ് ആയിട്ടാണ് ഇരുന്നത് എനിക്ക് വന്നപ്പോൾ തന്നെ. സോ ഇതിൻ്റെ കൂടെ ഫോൺ ഹോൾഡർ കൂടെ ഇതിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ട്രൈപോഡ്. ഇത് വെയിറ്റ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഇതിനുള്ളത്. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും, ബട്ട് ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് എല്ലാ ട്രൈപോഡും യൂഷ്വലി ലെങ്ത് കൂട്ടാൻ പറ്റുന്നത് പോലെ നമുക്ക് ലെങ്ത് കൂട്ടാൻ പറ്റും. ബട്ട് ഇതിൻ്റെ ഈ സ്റ്റാൻഡൊന്നും അത്ര സ്ട്രോങ് അല്ല. ഈ സെയിം ലെങ്ത് തിക്നെസ് തന്നെ നമുക്ക് താഴെ വന്നിരുന്നു എങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഇത് ഫീൽ ചെയ്യും. ബട്ട് ഇത് നല്ല തിക്നെസ് കുറവാണ് ലാസ്റ്റ് വരുന്നത്. യൂഷ്വലി നമുക്ക് എല്ലാ ട്രൈപോഡിനും ഇപ്പോൾ നമുക്കിതിങ്ങനെ ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെയും ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഇത് ക്വാളിറ്റി വൈസ് നോക്കിയാൽ എനിക്ക് അത്ര ഇത് ഓക്കെ പ്രോഡക്റ്റ് അല്ല. ഡീറ്റെയിൽസിൽ കൊടുത്തിരുന്നത് നമുക്കിതിൽ DSLR യൂസ് ചെയ്യാം, ഫോൺ യൂസ് ചെയ്യാം, റിംഗ് ലൈറ്റ് യൂസ് ചെയ്യാം എന്നൊക്കെയാണ്. ബട്ട് എനിക്കിത് അത്ര വർക്കൗട്ടായിട്ട് തോന്നില്ല. ഞാൻ എൻ്റെ ക്യാമറ ഇതിൽ യൂസ് ചെയ്തപ്പോൾ തന്നെ ഇത് അത്ര സ്റ്റേബിൾ അല്ലായിരുന്നു ഇത് നിൽക്കുന്നത്. ഇത് ഔട്ട്സൈഡൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല ഇത് വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട്. കുറച്ച് റഫായിട്ടുള്ള നമ്മൾ പ്ലേസിലൊക്കെ ഇത് അത്ര സ്റ്റേബിൾ ആയിരിക്കില്ല നമുക്ക് വയ്ക്കാനായിട്ട്. സോ നമ്മുടെ ഞാൻ ക്യാമറ വെച്ചിട്ട് വരെ ഇതിൻ്റെ വെയിറ്റിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള തിങ്സൊക്കെ ഇത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് കൂടുതൽ യൂസ് ആവും, എൻ്റെ പർപ്പസിന് ഇത് അത്ര യൂസ് അല്ല. ഞാനത് റിട്ടേൺ ചെയ്യാൻ പോവുകയാണ്. ബട്ട് എനിക്ക് ആമസോണിൻ്റെ റിട്ടേൺ പോളിസി എല്ലാം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാനതിൽ റിട്ടേൺ ആയിട്ട് അവർ കൊടുത്തിട്ടില്ല, റീപ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാനത് റീപ്ലേസ്മെൻറ്റിന് ഓപ്ഷൻ കൊടുത്തു. ബട്ട് അതിലവർ ക്വാളിറ്റി ഇഷ്യൂ അങ്ങനത്തെ ഡീറ്റെയിൽസൊന്നും അവർ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ പ്രോഡക്റ്റ് ക്വാളിറ്റി ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് അതിനും അവർ റെസ്പോണ്ടൊന്നും ചെയ്തിട്ടില്ല. ഇത് റിട്ടേൺ ചെയ്യാനുള്ള ഡേറ്റും കഴിയാറായി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആമസോണിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങി അത് റിട്ടേൺ ചെയ്തു എങ്കിൽ സോ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, പ്രോസസ്സ് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് കുറച്ച് യൂസ്ഫുള്ളായിരിക്കും. ഞാനിത് റിട്ടേൺ ചെയ്യാനായിട്ടിരിക്കുക, പക്ഷേ ഒരുപാട് ട്രൈ ചെയ്തു, പറ്റുന്നില്ല അത് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഞാൻ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആർക്കും സജസ്റ്റ് ചെയ്യത്തില്ല, ബിക്കോസ് നമുക്ക് അത്രയ്ക്ക് ഇത് ക്വാളിറ്റി ഇഷ്യൂ ആണ്. റിവ്യൂസിലെല്ലാം കുറേ പേര് നല്ല ക്വാളിറ്റി, നല്ല യൂസ്ഫുള്ളാണ് പ്രോഡക്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കുറച്ച് പേര് അത്ര പ്രോഡക്റ്റ് നല്ലതല്ല, വേസ്റ്റ് പ്രോഡക്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെയാണ് യൂസ് ചെയ്യാനുള്ളത് എങ്കിൽ ഓക്കെ, നിങ്ങൾക്കിത് മേടിക്കാം. കുറച്ച് ഹെവി വെയിറ്റ് അല്ലെങ്കിൽ കുറച്ച് നമുക്ക് ട്രാവൽ ചെയ്ത് ഷൂട്ടിങ്ങൊക്കെ ചെയ്യാനുള്ള ഷൂട്ടിങ് ചെയ്യാൻ പർപ്പസിനൊക്കെ ആയിട്ടാണ് നിങ്ങളിത് മേടിക്കുന്നു എങ്കിൽ ഇതത്ര യൂസ്ഫുൾ ആയിരിക്കത്തില്ല. സോ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.